ചെന്നൈയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഋതുരാജിനെ മാറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇന്നലെ സ്വന്തം തട്ടകത്തിൽ ഹൈദരാബാദിനോടും തോറ്റതോടെ ടീമിൻ്റെ പ്ലേ ഓഫ് സാധ്യതകളെല്ലാം മങ്ങിയിരിക്കുകയാണ്. അടുത്ത സീസണിൽ ഋതുരാജിനെ മാറ്റി സഞ്ജു സാംസനെ CSK നായകനാക്കണമെന്നാണ് ക്രിക്കറ്റ് ആരാധകർ പറയുന്നത്. അതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, നായകൻ എന്ന നിലയിൽ മികവ് കാട്ടാൻ ഋതുരാജിന് ആവശ്യത്തിന് സമയം ലഭിച്ചു കഴിഞ്ഞു. 2024 ഋതുരാജ് CSKയുടെ നായകനാവുന്നത്. 5ാം സ്ഥാനത്തായ CSKക്ക് പ്ലേ ഓഫ് യോഗ്യത നേടാൻ സാധിച്ചില്ല. 2025 സീസൺ CSK തീർത്തു നിരാശപ്പെടുത്തി. 14 മത്സരത്തിൽ 4 മത്സരം മാത്രം ജയിച്ച ടീം പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തായിരുന്നു. ഈ സീസണിലും പ്ലേ ഓഫിലെത്താൻ ടീമിന് സാധിച്ചില്ലെങ്കിൽ ക്യാപ്റ്റന് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ടെന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെ ഇനി നായകൻ എന്ന നിലയിൽ ഋതുരാജിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതിൽ കാര്യമില്ല. ടീമിനെ പഴയ മികവിലേക്ക് തിരിച്ചെത്തിക്കാൻ നായകസ്ഥാനത്ത് നിന്ന് ഋതുരാജിനെ മാറ്റണം. രണ്ടാമത്തെ കാര്യം, നായകൻ എന്ന ഉത്തരവാദിത്തം താരത്തിൻ്റെ ബാറ്റിങ്ങിനെ ബാധിക്കുന്നുണ്ടെന്നാണ്. 32 മത്സരങ്ങൾ CSK നയിച്ച ഋതുരാജിന് 14 ജയവും 18 തോൽവിയുമാണ് നേരിട്ടത്. നായകസ്ഥാനത്ത് സമ്മർദ്ദം ഇത്തവണ ഋതുരാജിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഓപ്പണറുകളിൽ കളിക്കുന്ന താരത്തിന് ഈ സീസണിൽ മികച്ച പ്രകടനം നടത്താൻ സാധിച്ചിട്ടില്ല. 2021-ലും 2023-ലും CSK കപ്പ് നേടിയപ്പോൾ 635, 590 എന്നിങ്ങനെ മികച്ച സ്കോറുകൾ നേടാൻ ഋതുരാജിന് സാധിച്ചു. 2024-ൽ 583 റൺസ് നേടി റൺവേട്ടക്കാരിൽ ഋതുരാജ് രണ്ടാമനുമായി. എന്നാൽ 2025-ൽ 5 മത്സരത്തിൽ നിന്ന് 122 റൺസാണ് താരത്തിന് നേടാനായത്. പിന്നീട് പരിക്ക് ബാധിച്ചാൽ കളിക്കാനായില്ല. ഈ സീസണിൽ 13 മത്സരത്തിൽ നിന്ന് 323 റൺസാണ് ഋതുരാജ് നേടിയത്. നായകന്റെ സമ്മർദ്ദം താരത്തിന്റെ പ്രകടനത്തെ പിന്നോട്ടടിക്കുന്നുവെന്ന് വ്യക്തം. മൂന്നാമത്തെ കാര്യം, സഞ്ജു സാംസൺ അവസരത്തിനായി കാത്തിരിക്കുകയാണെന്നാണ്. രാജസ്ഥാൻ റോയൽസിനെ ഫൈനലിലെത്തിച്ച നായകനാണ് സഞ്ജു. ആഭ്യന്തര ക്രിക്കറ്റിലും മികവ് കാട്ടാൻ നായകൻ എന്ന നിലയിൽ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സഞ്ജു നായകസ്ഥാനത്തേക്ക് എത്താനായി കാത്തിരിക്കുമ്പോൾ മികവ് തെളിയിക്കാത്ത ഋതുരാജിന് തുടരവസരം നൽകുന്നത് ടീമിന് ഗുണം ചെയ്തേക്കില്ല. അതുകൊണ്ട് തന്നെ ടീമിൻ്റെ ഭാവി വിലയിരുത്തി സഞ്ജുവിനെ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇന്നലത്തെ നിർണായക മത്സരത്തിലും ഋതുരാജ് ഗെയ്ക്വാദ് തീർത്തും നിരാശപ്പെടുത്തി. ഹൈദരാബാദിനെതിരെ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനെത്തിയ CSKക്കായി 21 പന്തിൽ 15 റൺസാണ് ഋതുരാജിന് നേടാനായത്. ഒരു ബൗണ്ടറി പോലും പറത്താൻ CSK നായകന് സാധിച്ചില്ലെന്നാണ് എടുത്തു പറയേണ്ടത്. ഹൈദരാബാദിനെതിരെ വമ്പൻ സ്കോർ വേണ്ട സാഹചര്യത്തിലാണ് ഋതുരാജിൻ്റെ മെല്ലെപ്പോക്ക്. 71.43 മാത്രമായിരുന്നു ഋതുരാജിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. മറ്റുള്ളവരെല്ലാം അതിവേഗം റൺസ് ഉയർത്താൻ ശ്രമിച്ചപ്പോഴാണ് ക്യാപ്റ്റൻ ടെസ്റ്റ് ഇന്നിംഗ്സ് കളിച്ച് നാണം കെട്ടത്. ഇതോടെ രൂക്ഷ വിമർശനമാണ് ആരാധകർ ഉയർത്തുന്നത്. CSKയുടെ നായകസ്ഥാനം ഒഴിയണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത്. ആങ്കർ റോളിൽ കളിക്കാനാണ് ഋതുരാജ് ശ്രമിച്ചത്. ഒരു വശത്ത് പിടിച്ചു നിന്ന് മറ്റു താരങ്ങളെ കൊണ്ട് ആക്രമിപ്പിക്കാനായിരുന്നു ഋതുരാജിൻ്റെ പദ്ധതി. എന്നാൽ ക്ഷമകെട്ട സാഹചര്യത്തിൽ പാറ്റ് കമ്മിൻസിന്റെ സ്ലോ ബൗൺസറിൽ പുൾ ഷോട്ടിൽ ശ്രമിച്ച ഋതുരാജിന് പിഴച്ചു. ഇതോടെ ക്യാച്ച് നൽകി പുറത്താവുകയായിരുന്നു. നായകൻ എന്ന നിലയിൽ ഉത്തരവാദിത്തം കാട്ടിയില്ലെന്ന് മാത്രമല്ല, സഹതാരങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന ബാറ്റിംഗ് പ്രകടനമാണ് ഋതുരാജ് കാഴ്ചവെച്ചതെന്ന് തന്നെ പറയാം. CSKയുടെ ക്യാപ്റ്റൻ നിലയിൽ ബൗളർമാരെ ഉപയോഗിക്കുന്നതിലും ഋതുരാജിന് പാളിച്ച പറ്റി. MS ധോണിയുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി മികവിൽ ജയിച്ചിരുന്ന CSKക്ക് ഇപ്പോൾ അതിന് സാധിക്കുന്നില്ല. സ്റ്റീഫൻ ഫ്ലെമിങ്ങിന് പരിശീലന നിലയിൽ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലെന്നും ധോണി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ രക്ഷപ്പെട്ടു പോയതെന്നുമാണ് ആരാധകർ പറയുന്നത്. എന്തായാലും RCBയും ഗുജറാത്തും ഹൈദരാബാദും പ്ലേ ഓഫിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി 4ാം സ്ഥാനക്കാർക്കുള്ള പോരാട്ടമാണ്. പഞ്ചാബ്, രാജസ്ഥാൻ, CSK, ഡൽഹി, KKR എന്നിവർക്കെല്ലാം ഇപ്പോഴും സാധ്യതയുണ്ട്. അവസാന ഘട്ടം ആരാവും 4ാമനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.